സൗദിയിൽ മയക്കുമരുന്ന് കേസിൽ ഇന്ന് 3 വിദേശികളുടെ വധശിക്ഷ നടപ്പാക്കി. ഒരു മാസത്തിനിടെ സമാനമായ കേസുകളിൽ നടപ്പാക്കിയത് 15-ലേറെ വധശിക്ഷകളാണ്. പരിശോധന ശക്തമായതോടെ പിടിയിലാവുന്നവരുടെ എണ്ണം വർദ്ധിച്ചു. പുതുതായി റിയാദിൽ പിടിയിലായവരിൽ ഇന്ത്യക്കാരുമുണ്ട്. കനത്ത പരിശോധനയാണ് മയക്കുമരുന്ന് പിടികൂടാൻ സൗദിയിലുള്ളത്. അതിർത്തികൾക്ക് പുറമെ രാജ്യത്തിനകത്ത് വിവരങ്ങൾ നൽകിയുള്ള പരിശോധനയും ശക്തമായി തുടരുന്നു. മയക്കുമരുന്ന് കേസിൽ ഇന്നലെയും ഇന്നുമായി 3 ശിക്ഷകൾ നടപ്പാക്കി. തബൂക്കിൽ 2 ഈജിപ്ഷ്യരുടെയും റിയാദിൽ അഫ്ഗാൻ പൗരനുമാണ് വധശിക്ഷ നൽകിയത്. ഇതോടെ ഒരു മാസത്തിനിടെ മയക്കുമരുന്ന് കേസിൽ മാത്രം നടപ്പാക്കിയ വധശിക്ഷകളുടെ എണ്ണം 15 കവിഞ്ഞു. മയക്കുമരുന്ന് കേസുകളിൽ ഒരാളും വിട്ടുവീഴ്ച പ്രതീക്ഷിക്കരുതെന്നും ഇത്തരം സാഹചര്യങ്ങളിൽ നിന്നും മാറി നിൽക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. സൗദിയിൽ നിരോധിച്ച മരുന്നുകൾ കൊണ്ടുവരുന്നതിനെതിരെയും നിരന്തരമെന്നോണം ആന്റി നാർക്കോട്ടിക്സ് അതോറിറ്റി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. റിയാദിൽ ഒരു മാസത്തിനിടെ പിടിയിലായവരിൽ ഇന്ത്യക്കാരും ഉൾപ്പെടുന്നു. മലയാളികളിൽ ചിലർ കഴിഞ്ഞ ആഴ്ച പിടിയിലായതായും വിവരമുണ്ട്. മദ്യമയക്കുമരുന്ന് കേസുകൾ സൗദിയിൽ ഗൗരവമുള്ള കുറ്റകൃത്യമാണ്. ഇതിനാൽ തന്നെ കേസിൽ ആർക്കും ഇടപെടാനും സാധിക്കില്ല. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്.